നമുക്കറിയാം, ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് കൂടുതൽ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന പല വിശുദ്ധന്മാരുടെയും ജീവിതം. അവർ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവരുടെ അപ്പനെ അമ്മയൊക്കെ വിട്ട്, സഹോദരനെ വിട്ട്, യാക്കോബ് അന്ന് വരെ ഒരു വീട്ടിനകത്ത് അപ്പനും അമ്മയും സഹോദരനും ഒരു സാധുശീലനായ, ഒരു നിഷ്കളങ്കനായ, അമ്മയുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന, തൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഒരു വില്ലാളി വീരനാണ്, ഭയങ്കര പരാക്രമശാലിയാണെങ്കിലും ഒരു വീട്ടിനകത്ത്, ഒരു അടുക്കളയ്ക്കകത്ത് ഒതുങ്ങി തൻ്റെ അമ്മയോട് കൂടെ കൂടുതൽ സഹവാസം ഉണ്ടായി നടക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ് യാക്കോബ്. മാതാവ് കേട്ട വാഗ്ദത്തം ഉണ്ട്, വലിയൊരു വാഗ്ദത്തമുണ്ട്. ഈ രണ്ടാമത്തെ മകനെ ഞാൻ അനുഗ്രഹിക്കും, വലിയവനാക്കും എന്നൊക്കെയുള്ള ആ വലിയ ദൂത് കിടക്കുകയാണ്, ആ വാഗ്ദത്തം കിടക്കുകയാണ്. ഈ മാതാവ് അവർ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ തന്നെ കേട്ടതായ വാഗ്ദത്ത ദൂതാണിത്. എന്നാൽ ആ വ്യക്തിയുടെ ജീവിതം മാറി മറിയുന്നത് ഭയങ്കരമാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന പലരുടെയും, നമ്മുടെയൊക്കെ ഭവനത്തിനകത്താണെങ്കിലും നമ്മൾ ചുറ്റുപാടും നമ്മൾ കാണുന്ന പലരെയും നമ്മൾ കാണുമ്പോൾ അവരൊക്കെ ഒരു സാധാരണക്കാരായിട്ട് നമുക്ക് തോന്നാം, സാധുശീലരായി നമുക്ക് തോന്നാം, പൊട്ടന്മാരെ പോലെ നമുക്ക് തോന്നാം. പക്ഷേ അവരുടെയൊക്കെ ചരിത്രം മാറ്റാൻ ദൈവത്തിന് നിമിഷ നേരം മതി എന്നുള്ളതാണ്.